ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുട്ടുപൊടി വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല സ്നാക്കായിട്ടും ഉപയോഗിക്കാം. ഇപ്പം ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അജ്മീഡ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/4 കപ്പ് അരിപ്പൊടിയാണ്. ഇതുപോലെ അപ്പം നൂലപ്പൊക്കെ ചേർക്കുന്ന അരിപ്പൊടിയാണ്. അത് അരിപ്പൊടി ഇടുന്നത് വീഡിയോ സ്കിപ്പായിട്ടുണ്ട്, അതാണ് കവർ കാണിച്ചു തന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് മൈദയാണ്. 1 കപ്പ് പുട്ടുപൊടി എടുക്കുമ്പോൾ നമ്മൾ 1/4 കപ്പ് മൈദ, 1/4 കപ്പ് അരിപ്പൊടി കേട്ടോ, ഇത്രയാണ് ചേർക്കേണ്ടത്. അളവൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ 3 പൊടികളും നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതിനായിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2.25 കപ്പ് 250 ml കപ്പിൽ 2.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിവിടെ തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എരിവാണെങ്കിൽ ഒരു പച്ചമുളകും കൂടി ചേർക്കാം കേട്ടോ. ഒരു 5-6 ചുവന്നുള്ളി കൂടി കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ജീരകം ചേർത്താലും മതി കേട്ടോ. ജീരകത്തിന് ഞാൻ പൊടിച്ച് വെച്ചതുകൊണ്ട് ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കുക. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കുമ്പോൾ റെഡിയാക്കൂലേ, അതേപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ ഇവിടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ തിളക വരാനായിട്ട് കുമ്പളകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ യൂസ് ആക്കാം കേട്ടോ. നെയ്യ് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതാ ഉപ്പൊക്കെ എല്ലാം കറക്റ്റ് പാകമാണ്. ഇത് വെള്ളം ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിവിടെ ചതക്കി വെച്ചിട്ടില്ലേ, ഒതുക്കി എടുത്തിട്ടില്ലേ, ആ തേങ്ങ ഈ പച്ചമുളകും ഉള്ളിയൊക്കെ ജീരകമൊക്കെ ഒതുക്കിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വരട്ടെ. വല്ലാതെ വെട്ടി തിളക്കണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ വന്നാൽ മതി. കണ്ടോ, ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിള വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പുട്ടുപൊടി, മൈദ, അരിപ്പൊടി എല്ലാം കൂടി മിക്സാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കാം. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നിങ്ങനെ മിക്സാക്കി കൊടുക്കുക. പുട്ടുപൊടിയൊക്കെ പെട്ടെന്ന് വെള്ളം കുടിച്ച് റെഡി ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇത് വെള്ളം ഉള്ളതുപോലെ തോന്നും. പുട്ടുപൊടി നിങ്ങൾക്ക് അറിയാലോ, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെള്ളമൊക്കെ വലിച്ചെടുത്ത് കറക്റ്റ് പാകമാകും. ഇപ്പോൾ നിങ്ങളെടുക്കുന്ന പുട്ടുപൊടിയുടെയൊക്കെ അളവിനനുസരിച്ചിട്ട് വേണം വെള്ളത്തിൻ്റെ അളവ്. ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ വരും കേട്ടോ. ഇത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളമെല്ലാം കറക്റ്റ് പാകമാണ്. ഇപ്പം ഇങ്ങനെ കുറച്ച് ലൂസായിരിക്കുന്നത് കരുതണ്ട. നമ്മളൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് കറക്റ്റ് പാകമായി വന്നോളൂ. ഇനി ഇത് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇട്ടിട്ടാണ്. ഇനി ഇത് നമുക്കിതൊന്ന് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കാം. നമ്മളിത് അടച്ചൊരു 10 മിനിറ്റ് വയ്ക്കാം കേട്ടോ. ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഞാൻ അടുപ്പിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല, പുറത്ത് എടുത്ത് മാറ്റി വെച്ചാലും മതി. ഒരു 10 മിനിറ്റ് ഇത് നമ്മളൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പം ഇതൊന്നും കൂടി നന്നായിട്ട് വെന്തും വരും, നല്ല സോഫ്റ്റായും വെള്ളമെല്ലാം കറക്റ്റ് പാകമായി കിട്ടിക്കോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ മുന്നോട്ട് പോകുകയുള്ളൂ കേട്ടോ. വീഡിയോ മുന്നിലേക്ക് കൊണ്ടുവരുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും കാണുമ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരോടും പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇതൊന്ന് ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. എന്നാൽ ഫുള്ള് ചൂടാറിയിട്ടില്ല, അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതുപോലെ ആ ചൂടോടുക്ക് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ കുഴപ്പമില്ലേ, അതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ചെറുതായിട്ട് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കും, അതൊന്നും കുഴപ്പമില്ല. നന്നായിട്ട് ഇത് കുഴച്ച് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇത് നമ്മളൊരു പാത്രത്തിലിട്ട് അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് വെക്കണം കേട്ടോ. ഇത് നമ്മൾ ഓരോന്നും റെഡിയാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താൽ മതി. പുറത്ത് ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ഡ്രൈ ആയി പോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള വലിപ്പം എടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലോണം മാവ് അയഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേ മാവൊക്കെ എടുത്തിരുന്ന പാത്രമല്ലേ, അതിലേക്ക് തന്നെ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു കവറിലിട്ടിട്ട് വെച്ചാലും മതിയാകും. അപ്പോൾ അതാ ആവശ്യത്തിന് അത്യാവശ്യം വലുപ്പത്തിൽ ഒരു ചപ്പാത്തി മാവിനയിലൊക്കെ കുറച്ചുകൂടി വലുപ്പത്തിൽ ഒരു ഉരുള എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതൊരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ഒരു
പാത്രം കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൈ കൊണ്ട് ഇങ്ങനെ പരത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ പരത്താം കേട്ടോ. അല്ലെങ്കിൽ പ്രസ്സിൽ പരത്തണമെങ്കിൽ അങ്ങനെയും പരത്താം. ഒരുപാട് കനം കുറഞ്ഞു പോകരുത്. അപ്പോൾ ഇതേപോലെയാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ പതുക്കെ അമർത്തി എടുക്കുന്നുണ്ട്. ചെറിയൊരു വട്ടത്തിൽ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ അരികൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ഒന്നിങ്ങനെ ആക്കിയാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുത്താലും മതി. അങ്ങനെ പരത്തി കൊടുക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ അങ്ങനെയും റെഡിയാക്കി എടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് ഓയിലൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം നുള്ളി ഇടുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം എണ്ണ നല്ല ചൂട് വേണം കേട്ടോ. പിന്നെ ഒരു മീഡിയത്തേക്ക് ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ ഉടനെ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് നമ്മളൊന്ന് മീഡിയത്തിലാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ഇങ്ങനെ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ആ സമയം തന്നെ ഇത് വെന്തിട്ടും ഉണ്ടാവും കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക. നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു പാത്രം കൊണ്ട് ആക്കി, അല്ലെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക ചെയ്താലും മതിയാകും. ഇതുപോലെ ഒന്ന് ഇങ്ങനെ പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറഞ്ഞു പോകരുത്, അതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. നല്ല അത്യാവശ്യം നല്ല കട്ടി വേണം. ഇടുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ പൊങ്ങി വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇട്ട ഉടനെ ഇങ്ങനെ തവി കൊണ്ടൊന്നും പ്രസ് ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് അത്യാവശ്യം കട്ടിയുള്ളതല്ലേ. അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇതൊന്ന് മറിച്ചിടാൻ പാടുള്ളൂ. ഈ ഒരു കളറാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ ഇവിടെ മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറി കൂട്ടിയിട്ടും കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചിക്കൻ കറിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റും. നല്ല എന്താ പറയുക, പൊട്ടാറ്റോ ഇഷ്ടമൊക്കെ ഇല്ലേ, അതിൻ്റെ ഒപ്പവും നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചൂട് ചായക്കൊപ്പമൊക്കെ സ്നാക്കായിട്ടും നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഓളും കൂടി ഓൺ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ എത്തുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.